ഇവിടെ ഫതാവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല 2ാം വാള്യം 80ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്ന ചോദ്യവും അതിൻ്റെ ഉത്തരവും. ബഹുമാനപ്പെട്ടവരോടുള്ള ചോദ്യം: അൻ സൗമി മുന്തസിഫി ഷാബാന ഹൽ യുസ്തഹബു അലാമ റവാഹു ഇബ്നു മാജ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു മാജ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഷാബാൻ പകുതിക്ക് നോമ്പ് സുന്നത്തുണ്ടോ? എന്താണ് നബി തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടത്? ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷാബാന ഫഖൂമു ലൈലഹ വസുഹാറഹ ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഖുറൂബി ശംസി ഇലാ സമാഇ ദുനിയ ഔ ലാ യുസ്തഹബ്ബു. ഈ പറയപ്പെട്ട ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഷാബാൻ 15-ന് പ്രത്യേകമായ ഒരു നോമ്പ് സുന്നത്തുണ്ടോ ഇല്ലയോ? വഹൽ ഹാദൽ ഹദീസു സഹീഹുൻ ഔ ലാ. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസു സഹീഹാണോ അല്ലയോ? ഫൈൻ കുൽത്തും ബിസ്തിഹ്ബാബിഹി, ഷാബാൻ 15-ന് നോമ്പ് പ്രത്യേകം സുന്നത്താണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫലിമ ലം യദ്കുറുൽ ഫുഖഹാഉ, ഫുഖഹാ എന്തുകൊണ്ട് അതൊന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ സുന്നത്തായ നോമ്പുകളെ വിവരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പറഞ്ഞില്ല? ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ പാർട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചത്, സുന്നത്ത് നോമ്പുകൾ വിവരിക്കുന്ന സ്ഥലത്തൊന്നും ഇത് വിവരിച്ചത് കാണുന്നില്ലല്ലോ എന്നാണ്. അതിൻ്റെ മറുപടി എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്നതുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം: വമൽ മുറാദു ബി ഖിയാമി ലൈലിഹ, നിങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക, ഫഖൂമു ലൈലഹ എന്ന് പറഞ്ഞ ആ രാത്രിയിൽ നിസ്കരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം അഹുവ സലാത്തുൽ ബറാഅത്തി അംല, അത് ബറാഅത്ത് നിസ്കാരം എന്ന നിസ്കാരമാണോ അല്ലയോ? ഇതാണ് ചോദ്യം. ഫാജാബ, അതിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലയുടെ മറുപടി: ബി അന്നല്ലദീ സ്വറഹ ബിഹി നവവി റഹിമഹുല്ലാഹു ഫിൽ മജ്മൂഇ, ഇമാം നവവി റഹിമഹുല്ല മജ്മൂഇൽ വ്യക്തമായി പറഞ്ഞത് അന്ന സ്വലാത്തുർ റഗായിബി, സ്വലാത്തുർ റഗായിബ് എന്നാൽ വഹിയ സിന്ദാശറ റക ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത്ത് അവ്വൽ ജുമുഅത്തി മിൻ ശഹ്രി റജബ്, റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാത്രിയിൽ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ നിസ്കരിക്കുന്ന 12 റക്അത്ത് നിസ്കാരവും വസലാത്തു ലൈലത്തിൻ നിസ്ഫി മിൻ ഷാബാന മിഅത്ത് റക്അ, ഷാബാൻ പകുതിയുടെ രാത്രിയിൽ 100 റക്അത്തുമാകുന്നു. ഈ 2 നിസ്കാരങ്ങളാകുന്നത് ബിദ്അത്താനി ഖബീഹത്താനി മദ്മൂമത്താനി, രണ്ടും പുത്തൻ ആചാരമാണ്, വളരെ വഷളായ പരിപാടിയാണ്, ആക്ഷേപാർഹമാണ്. അപ്പോൾ നവവി ഇമാം റഹിമഹുല്ല മജ്മൂഇൽ മറുപടി പറഞ്ഞത് ഈ 2 നിസ്കാരങ്ങളെ സംബന്ധിച്ച് കേവല ബിദ്അത്താണ് എന്നല്ല, ഖബീഹുൻ വളരെ വഷളാണ്, ആക്ഷേപാർഹമാണ് എന്നാണ്. കാരണം നിസ്കാരത്തിന് മോശമുള്ളത് കൊണ്ടല്ല, ഈ സമയത്തിന് മോശമുള്ളത് കൊണ്ടല്ല എന്ന് ബഹുമാനപ്പെട്ടവർ താഴെ വിവരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലായി ഉത്തറാബി ദിക്രിഹി മാഫി കിതാബി ഖൂത്തുൽ ഖുലൂബി വഫി ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിലും ഖൂത്തുൽ ഖുലൂബ് എന്ന കിതാബിലും ഇതിനെ സംബന്ധിച്ച് അഥവാ ഈ നിസ്കാരം നിർവഹിക്കപ്പെടൽ സുന്നത്താണ് എന്നറിയിക്കുന്ന വാചകങ്ങൾ കണ്ടുകൊണ്ടും നിങ്ങൾ വഞ്ചിതരാകണ്ട. വലാബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമ, ഈ 2 നിസ്കാരങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഹദീസ് കണ്ടുകൊണ്ടും നിങ്ങൾ വഞ്ചിതരാവണ്ട. ഫഇന്ന കുല്ല ദാലിക ബാത്തിലുൻ, ഈ പറഞ്ഞതൊക്കെ ഹദീസും ബാത്തിലാണ്, അതുപോലെ ഖുതുൽ ഖുലൂബിലും അതുപോലെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞതൊക്കെ ബാത്തിലാകുന്നു. വലാബി ബാദി മൻ ഇസ്തബഹ അലൈഹി ഹുക്മുഹുമാ മിനൽ അഇമ്മത്തി, നാം തുടരപ്പെടാൻ പറ്റുന്ന വലിയവരായ പണ്ഡിതന്മാരായ ഇമാമുകളിൽപ്പെട്ട ചില ആളുകൾക്ക് ഇതിൻ്റെ വിധി പറയുന്നതിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായി. വസന്നഫ വറക്കാത്തിൻ ഫിസ്തിഹിബാബിഹിമ, ഈ 2 നിസ്കാരങ്ങൾ സുന്നത്താണ് എന്നറിയിക്കുന്ന രൂപത്തിൽ ചില ചെറു ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു. അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ കണ്ടുകൊണ്ടും നിങ്ങൾ വഞ്ചിതരാകണ്ട. ഫഇന്നഹു ഗാലിത്തുൻ ഫീ ദാലിക, അതിൽ ഈ പറഞ്ഞ പണ്ഡിതൻ അബദ്ധം പിണഞ്ഞവനാകുന്നു. ഈ പറഞ്ഞ വാചകം തന്നെ നമ്മുടെ നാട്ടിലെ പല ആളുകളും പറയുന്ന ഉഡായിപ്പിന് ഏറ്റവും വലിയ മറുപടിയാണ്. അഥവാ മഹാന്മാരായ ഇമാം ഗസാലി റഹിമഹുല്ലയെ പോലെയുള്ള, അതുപോലെ നമുക്ക് തുടരപ്പെടാൻ പറ്റുന്ന അഇമ്മത്തുകളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് തന്നെ എന്തെങ്കിലും അബദ്ധം വന്നതായി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
ആ അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മഹാന്മാരല്ലേ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് തുടരാനും അതിനെ അനുകൂലിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മുസ്ലിമീങ്ങളായ നമുക്ക് നിർവാഹമില്ല എന്നത് ഈ വാചകങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാ ഹിജ്റ 500-ൽ ജീവിച്ച ധാരാളം ബിദ്അത്തുകൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ നന്നായി ശബ്ദിച്ച മഹാനാണ്. ഒരിക്കലും നമുക്ക് തള്ളാൻ പറ്റാത്ത പണ്ഡിതനാണ്. പക്ഷേ അബദ്ധത്തെ അബദ്ധമായി മനസ്സിലാക്കുകയും അതിനെ തുടരാതിരിക്കുകയും ചെയ്യുക എന്നത് ആ പണ്ഡിതന്മാരോടുകൂടി നാം കാണിക്കുന്ന ഒരു മര്യാദയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം എപ്പോഴെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ആ അബദ്ധത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മളും പിന്നാലെ പോയാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടി ഒരു ദുരന്തം, അതിൻ്റെ ഒരു ദൂഷ്യം, അതിൻ്റെ ഒരു ശിക്ഷ ഒരുപക്ഷെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ചീത്തയായ കാര്യത്തിന് ഒരാൾ മാതൃക കാണിച്ചാൽ ആ മാതൃക കാണിച്ച വ്യക്തി കൂടി അതിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊരു അബദ്ധം വന്നാൽ ആ അബദ്ധത്തിന് ശരഈയായ നിലയ്ക്ക് ഒരു ന്യായവും നമുക്ക് കാണിക്കാനില്ലെങ്കിൽ നാം അതിനെ പിന്തുടരാതെ അതേസമയം തന്നെ അവരെ ചീത്ത പറയാതെ, അവരെ അവഗണിക്കാതെ, അവഹേളിക്കാതെ അവർക്ക് അർഹമായ ബഹുമാനങ്ങളെല്ലാം നൽകിക്കൊണ്ട് തന്നെ നാം ആ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ ഈ പറഞ്ഞ വാചകങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സറഹ ബിഹിൻ നവവിയു, നവവി ഇമാം വ്യക്തമായി പറഞ്ഞു. എന്ത് പറഞ്ഞു? ബിദ്അത്താനി ഖബീഹത്താനി മദ്മൂമത്താനി, ആക്ഷേപാർഹമായ വളരെ വഷളായ ബിദ്അത്തുകളാകുന്നു ഇവ എന്ന് പറഞ്ഞത് വലിയ ആളല്ലേ. അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ബിദ്അത്താണെന്ന് പറയാതിരിക്കുക എന്ന ചിന്ത മുസ്ലിമിൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ബിദ്അത്താണെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ അബദ്ധം വന്നതാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് കൂടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ് മുഅ്മിനിൻ്റെ ബാധ്യത. കാരണം നാം അള്ളാഹുവിൻ്റെ അടിമയാണ്. ആ അള്ളാഹുവിൻ്റെ അടിമകൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നത് അള്ളാഹു പഠിപ്പിച്ചിരിക്കെ അള്ളാഹുവിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനും നാം ഒരു സൃഷ്ടിക്കും വഴങ്ങേണ്ടതില്ല എന്ന പൊതു തത്വത്തെ കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ പ്രബലരായ ഇമാം നവവി റഹിമഹുല്ലാ ഉദ്ധരിച്ചത്. അതിനെ നമുക്ക് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ ഫതാവൽ കുബ്രയിലൂടെ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല വഖദ് സന്നഫ ഇബ്നു അബ്ദുസ്സലാം കിതാബൻ നഫീസൻ ഫീ ഇബ്താലിഹിമ, ആ കാലത്ത് തന്നെ ജീവിച്ച, അഥവാ ഹിജ്റ 600-ൽ തന്നെ ജീവിച്ച മഹാനായ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ ഈ ചർച്ചകളെ, അഥവാ ഈ നിസ്കാരം സുന്നത്താണ് എന്ന് ചില ആളുകൾ വാദിച്ചപ്പോൾ അതിനെ നിരർത്ഥകമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നല്ല ഒരു ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. നിസ്കരിക്കുന്നവനങ്ങ് നിസ്കരിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണത് മുടക്കാൻ പോകുന്നത്? നിസ്കാരം എന്നത് നല്ല കാര്യമല്ലേ, അള്ളാഹുവുമായുള്ള മുനാജാത്തല്ലേ, അള്ളാഹുവുമായുള്ള സംഭാഷണമല്ലേ, മിഅ്റാജല്ലേ മുഅ്മിനിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായം പറയാൻ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം ഉണ്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ചില ബിദ്അത്തുകളെ പ്രൊമോട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ന്യായങ്ങളൊന്നും പറയാൻ തയ്യാറാവാതെ ഇബ്നു അബ്ദുസ്സലാം എന്ന മഹാനായ പണ്ഡിതൻ അതിനെതിരെ നല്ലൊരു ഗ്രന്ഥം രചിച്ചു എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫഅഹ്സന ഫിഹി, അതിൽ നന്നായി അതിനെക്കുറിച്ച് അവതരിപ്പിച്ചു. വഅജാദ, അതിൽ നല്ലോണം ഭംഗിയാക്കി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ നവവി ഇമാമിൻ്റെ ഉദ്ധരണി എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ് വഅതാവലൻ നവവിയു ഐളൻ ഫീ ഫതാവിഹി. ഇതുവരെ പറഞ്ഞത് മജ്മൂഇൽ പറഞ്ഞതാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവരുടെ ഫത്വകളിലും അതിനെ ആക്ഷേപിക്കുന്നതിൽ വല്ലാതെ നീട്ടി പറഞ്ഞിട്ടുണ്ട്. വഅതാല നവവിയു ഐളൻ ഫീ ഫതാവിഹി തംബിഹിമ വതഖബീഹിമ വഇൻകാരിഹിമ. ഈ രണ്ട് നിസ്കാരത്തെ വളരെ ആക്ഷേപിക്കുന്നതിലും വഷളാക്കുന്നതിലും അതിനെ വിരോധിക്കുന്നതിലും വല്ലാതെ നീട്ടിപ്പരത്തി പറഞ്ഞിട്ടുണ്ട്. വഖ്തലഫത്ത് ഫതാവ ഇബ്നു സലാഹ് ഫിഹിമ. എന്നാൽ ഇബ്നു സലാഹ് റഹിമഹുല്ലാ എന്ന ഹിജ്റ 600-ൽ ജീവിച്ച ഒരു പണ്ഡിതൻ
രണ്ട് രൂപത്തിലും ഈ വിഷയ സംബന്ധമായി ഫത്വ നൽകിയിട്ടുണ്ട്. വഖാല ഫിൽ ആഖിരി, ഫത്വകളിൽ അവസാനത്തെ ഫത്വകളിൽ പറഞ്ഞത് ഹുമാ വ ഇൻകാനാ ബിദ്അത്തൈനി, ഈ രണ്ട് നിസ്കാരങ്ങളും ബിദ്അത്തുകളാണെങ്കിലും ലാ യുംനഉ മിൻഹുമാ, അവ രണ്ടിൽ നിന്നും ജനങ്ങളെ തടയേണ്ടതില്ല. ലി ദുഖൂലിഹിമാ തഹ്തൽ അംരിൽ വാരിദി ബി മുത്ലഖി സ്വലാത്തി, നിസ്കാരം എന്ന ഒരു കൽപ്പനയിൽ ഈ രണ്ട് നിസ്കാരങ്ങളും പെടുന്നത് കൊണ്ട് ഈ നിസ്കാരത്തെ നാം തടയേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹിമഹുല്ല പറഞ്ഞപ്പോൾ വറദ്ദഹു സുബുക്കിയു, ഇമാം സുബുക്കി റഹിമഹുല്ല അതിന് മറുപടി പറഞ്ഞത് ബി അന്ന മാ ലം യരിദ് ഫീഹി ഇല്ലാ മുത്ലഖു തലബുസ് സ്വലാത്തി, കേവലം നിസ്കരിക്കാനുള്ള ഒരു നിർദ്ദേശം മാത്രം വന്ന ഒരു സ്ഥലത്ത് വൈന ഖൈറു മൗദൂ, നിസ്കാരം വലിയ പുണ്യമുള്ള കാര്യമാണെന്നൊക്കെ ശരിയാണെങ്കിലും ഫലാ യുത്ലബു മിൻഹു ശൈഉൻ ബിഖുസൂസിഹി, നിസ്കാരത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഒരു പ്രത്യേക സമയത്ത് ചെയ്യണം എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫമതാ ഖുസ്സ ശൈഉൻ മിൻഹു ബിസമാനിൻ ഔ മകാനിൻ ഔ നഹ്വി ദാലിക, മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തെ ഒരു സമയം കൊണ്ടോ സ്ഥലം കൊണ്ടോ അതുപോലെയുള്ള സന്ദർഭം കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ പ്രത്യേകമാക്കപ്പെടുകയും ആ സമയത്തോ സ്ഥലത്തോ ഇത് ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയോ തെറ്റിദ്ധാരണയുണ്ടാവുകയോ ചെയ്താൽ ദഖല ഫീ ഖിസ്മിൽ ബിദ്അത്തി, അത് ബിദ്അത്തിൻ്റെ ഇനങ്ങളിൽ പെടുന്നതാകുന്നു. വഇന്നമൽ മത്ലൂബ് മിൻഹു ഉമൂമുഹു, നിസ്കരിക്കാൻ പറഞ്ഞാൽ ഏത് സമയത്തും നിസ്കരിക്കുക എന്നതല്ലാതെ ഇസ്ലാം വിരോധിച്ച സമയങ്ങളിലൊഴികെ ഏത് സമയത്തും നിസ്കരിക്കണം എന്നതുകൊണ്ട് മനസ്സിലാക്കുകയല്ലാതെ ഒരു പ്രത്യേക സമയത്ത് നിസ്കരിക്കണം എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഫയുഫ്അലു ഫീഹി ലിമാ ഫീഹി മിനൽ ഉമൂമി ലാ ലികൗനിഹി മത്ലൂബൻ ബിൽ ഖുസൂസി, പ്രത്യേകം തേടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു നിസ്കാരം ആ പറഞ്ഞതുകൊണ്ട് കിട്ടില്ല. ഫഹീന ഇതിൻ, അങ്ങനെയായതുകൊണ്ട് തന്നെ മൻഉ മിൻഹുമാ ജമാഅതൻ അവ ഇൻഫിറാദൻ, ആ രണ്ട് നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനെയും ഒറ്റക്ക് നിസ്കരിക്കുന്നതിനും തടയലാകുന്നത് ഖിലാഫൽ ഫീഹി, അത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനെ തടയേണ്ടതില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ല ശരി. മുതഅയ്യിനുൻ, ഈ നിസ്കാരത്തെ ഒറ്റക്കാണെങ്കിലും ജമാഅത്താണെങ്കിലും നിസ്കരിക്കുന്നതിനെ തടയൽ നിർബന്ധമാകുന്നു. എന്തിനാണ് അങ്ങനെ തടയുന്നത്? ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ നിസ്കാരത്തിന് മോശമുള്ളത് കൊണ്ടല്ല, നിസ്കാരം മറ്റാർക്കെങ്കിലും അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും നിർവഹിക്കുന്നത് കൊണ്ടോ ഈ സമയം നിസ്കാരം പറ്റാത്ത സമയമായതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷേ ഇസാലത്തൻ ലിമാ വഖഅ ഫി അദ്ഹാനിൽ ആമ്മത്തി, സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലുണ്ടായ ഒരു തെറ്റിദ്ധാരണയെ നീക്കാൻ വേണ്ടിയാണ്. വബഅദിൽ മുതഫഖിഹത്തി, പണ്ഡിതന്മാരാണെന്ന് ധരിച്ച് നടക്കുന്ന ചില ആളുകളുടെ ഹൃദയത്തിലും വൽ മുതഅബ്ബിദീന, ഇബാദത്തുമായി കൂടുന്ന ചില ആളുകളുടെ മനസ്സിലും എന്ത് ഉറച്ചുപോയി? മിൻ തഅക്കുദി സന്നിഹിമ, ഇവ ശക്തിയായ സുന്നത്താണ് എന്ന ഒരു ചിന്ത. വഅന്നഹുമാ മത്ലൂബത്താനി ബി ഖുസൂസിഹിമ, ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പ്രത്യേകം ഒരു പുണ്യമുണ്ട് എന്ന, അതിൻ്റെ ഒരു പ്രത്യേക തേട്ടം അള്ളാഹുവിൽ നിന്നുണ്ട് എന്ന ഒരു തെറ്റായ ധാരണയും വന്നുപോയതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിസ്കാരത്തെ തടയുകയാണ് വേണ്ടത്. കേവലം ആ ചിന്ത ഒഴിവാക്കണമെന്നോ അവരുടെ ഈ തെറ്റായ ധാരണയെ തിരുത്തി കൊടുക്കണമെന്നോ അല്ല പണ്ഡിതന്മാർ ഇവിടെ പറയുന്നത്. ആ നിസ്കാരത്തെ തന്നെ തടയണം. കാരണം തൽക്കാലം ഈ നിസ്കാരത്തെ അനുവദിച്ചു കൊടുത്താൽ പിന്നീട് വരുന്ന ആളുകൾക്ക് വീണ്ടും തെറ്റായ ധാരണകൾ വരും. കാരണം അങ്ങനെ ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ നിസ്കാരത്തെ തന്നെ തടയണം. വിശ്വാസം മാറ്റണമെന്നല്ല, തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കണമെന്നല്ല പണ്ഡിതന്മാർ പറയുന്നത്. അവിടെയാണ് നാം ഹൈലൈറ്റ് ചെയ്യേണ്ടത്. തെറ്റായൊരു ധാരണ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നീട് ആ കർമ്മം ചെയ്യുന്നത് പോലും വിലക്കപ്പെടണമെന്നാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല, അതുപോലെ തന്നെ സുബുക്കി ഇമാം റഹിമഹുല്ല, ഇബ്നു ഹജർ റഹിമഹുല്ല തുടങ്ങിയ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്നത് ഇപ്പോൾ മനസ്സിലാക്കുക. ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു നിസ്കാരം ആരംഭിച്ചപ്പോൾ അതിനോടൊപ്പം ധാരാളം മോശമായ കാര്യങ്ങളും കൂടി ജനങ്ങൾക്കിടയിൽ നടപ്പിലായി. അത് ഏതൊരു വിധത്തിന്റെയും അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും
പ്രത്യേകം നിർദ്ദേശിക്കാത്ത വിഷയങ്ങളെ പ്രത്യേകം പുണ്യമാണെന്ന് വിചാരിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും നമ്മൾ അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാൽ അത് ദുരന്തത്തിലെ കലാശിക്കുകയുള്ളൂ എന്ന് നേരത്തെ നാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിസ്കാരത്തോടനുബന്ധിച്ച് ധാരാളം ധാരാളം മോശമായ കാര്യങ്ങൾ ഈ നിസ്കാരത്തിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതും കൂടി നാം ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. ഇനി ചില ആളുകൾ വേണമെങ്കിൽ ഇങ്ങനെ ധാരാളം മോശമായ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ എതിർത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇടയുണ്ട്. അത് ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നു. അഥവാ അങ്ങനെ ബലിപെരുന്നാളിനോടനുബന്ധിച്ച്, ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച്, റമദാൻ 27-നോടനുബന്ധിച്ച്, അതിനോടനുബന്ധിച്ച്, വിശുദ്ധ റമദാനിലെ രാത്രികളോടനുബന്ധിച്ച്, തറാവീഹ് നിസ്കാരത്തിനോടനുബന്ധിച്ച് ധാരാളം തെറ്റായ കാര്യങ്ങൾ പല നാടുകളിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കരുത്, അല്ലെങ്കിൽ പെരുന്നാളിന് പുണ്യമില്ല എന്നോ തറാവീഹ് നിസ്കരിക്കരുത് എന്നോ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയില്ല, പറയാൻ പാടുമില്ല. കാരണം ഇസ്ലാമിൽ സുന്നത്തായ ഏതെങ്കിലും ഒരു കാര്യത്തെ ശറഅ് പഠിപ്പിച്ച ഒരു കാര്യത്തിന്റെ കൂടെ എന്തെങ്കിലും ഒരു മോശം വരുന്നുണ്ടെങ്കിൽ മോശം ഇല്ലാതാക്കുക എന്നതല്ലാതെ ശറഅ് പഠിപ്പിച്ച കാര്യത്തെ നാം ഇല്ലാതാക്കേണ്ടതില്ല. അങ്ങനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ലോകത്ത് എല്ലാ കാര്യങ്ങളും പല നിലക്കും ഇല്ലാതായി പോവും. കാരണം പള്ളിയിൽ ആളുകൾ വന്ന് സംസാരിക്കും, അതുകൊണ്ട് ജുമുഅ വേണ്ട. അതുപോലെ മയ്യത്തിന്റെ അടുത്ത് ആളുകൾ കൂടിയാൽ അവർ ബഹളം ഉണ്ടാക്കും, അതുകൊണ്ട് ആളുകളൊന്നും അറിയിക്കണ്ട. അങ്ങനെ തുടങ്ങി ഓരോ ന്യായങ്ങൾ ഓരോരുത്തർ പറയാൻ തുടങ്ങിയാൽ അതിന്റെ ഒക്കെ പേരിൽ പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്ഥിരപ്പെടാത്ത കാര്യമാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. അതോടൊപ്പം തെറ്റായ കാര്യങ്ങളും കൂടി നടക്കുകയാണെങ്കിൽ നിർബന്ധമായും അതിനെ ഒഴിവാക്കുക എന്നതാണ് ഇത് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നത്. മാത്രമല്ല ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഹാദാമ യതഅല്ലഖു ഹുക്മി സ്വലാത്തി ലൈലത്തി നിസ്ഫി ശഅബാൻ. ഈ പറഞ്ഞതൊക്കെ ശഅബാനിന്റെ രാത്രിയുടെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അമ്മ സൗമു യൗമിഹ, ആ ശഅബാൻ 15-ന്റെ നോമ്പ് ഫഹുവ സുന്നത്തുൻ, ആ ശഅബാൻ 15-ന്റെ അന്നത്തെ നോമ്പ് സുന്നത്താണ്. മിൻഹൈസു ഖൗലുഹ മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീർ, അത് 15-ാം രാവ് വെളുത്ത രാവുകളിൽപ്പെട്ട ഒരു രാത്രി ആയതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. അഥവാ എല്ലാ മാസവും അയ്യാമുൽ ബീദിന് 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തായതുകൊണ്ട് ഈ 15ഉം അതിൽ പെടുന്നത് കൊണ്ട് നോമ്പ് സുന്നത്താണ് എന്നല്ലാതെ ലാമിൻ ഹൈസു ഖുസൂസിഹി, ആ രാത്രിക്ക് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പകലായത് കൊണ്ട് ശഅബാൻ 15 ആയതുകൊണ്ട് ഒരു പ്രത്യേക നോമ്പ് സുന്നത്ത് ഇല്ല. അപ്പോൾ ശഅബാൻ 15 ആയ വകയിൽ അഥവാ ബറാത്ത് രാവിന്റെ പകലായതിന്റെ പേരിൽ ഒരു നോമ്പ് എന്ന ഒരു പരിപാടി ഇല്ല എന്ന് അടിവരയിടാൻ പറ്റുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവർ ലാമിൻ ഹൈസ് ഖുസൂസി, ആ പ്രത്യേകത വകയിലെ അല്ല, എല്ലാ മാസവും 15-ന് നോമ്പ് സുന്നത്തായതുപോലെ ഈ മാസവും നോമ്പ് സുന്നത്താണ് 15-ന് എന്ന നിലക്ക് മാത്രമേ നോമ്പ് സുന്നത്തുള്ളൂ. ഇവിടെയും ചില ആളുകൾ ഈ രാത്രി പകലിൽ മാത്രം ഒരു പ്രത്യേക നോമ്പ്, അഥവാ മറ്റു മാസങ്ങളിലൊന്നും 15-ാം രാവിനും 13-ാം രാവിനൊന്നും നോമ്പിന് മോട്ടിവേറ്റ് ചെയ്യാത്ത ആളുകൾ ശഅബാൻ 15-ന്റെ അന്ന് മാത്രം ഒരു നോമ്പിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ മാസവും അയ്യാമുൽ ബീദിന്റെ വകയിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറയുകയാണെങ്കിൽ അത് എല്ലാ 13-നും 14-നും 15-നും പറയണം. പക്ഷെ അവിടെ ഒന്നും ആളെ കാണൂല. ഇത് ശഅബാൻ ആകുമ്പോൾ പ്രത്യേകം നോമ്പ് സുന്നത്താണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, മറ്റു മാസങ്ങളിൽ പറയാത്ത രൂപത്തിൽ ഈ മാസങ്ങളിൽ മോട്ടിവേഷൻ ചെയ്യുന്നതായി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കേൾക്കാറുണ്ട്, വാട്സപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അതും നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലൽ ബാങ്കിന്റെ തൊട്ടു മുമ്പ് സുന്നത്താണ് എന്ന്, എപ്പോഴും ചെല്ലാൻ പറ്റുന്ന സലാത്തിനെ ബാങ്കിന്റെ തൊട്ടു മുമ്പ് പ്രത്യേകം സുന്നത്താണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നതിനെ വിലക്കപ്പെടണം എന്ന് പറഞ്ഞതുപോലെ മറ്റു മാസങ്ങളിലെക്കാളും ഒരു മഹത്വം ഈ മാസത്തിലെ ശഅബാൻ 15-ന് നോമ്പ് അനുഷ്ഠിക്കുന്നതിനുണ്ട് എന്ന ധാരണയോടുകൂടെയാണെങ്കിൽ അതിനെയും വിലക്കപ്പെടണം എന്ന് തന്നെയാണ് മഹാന്മാരുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ ശഅബാൻ 15-ന്റെ നോമ്പിന് പ്രത്യേകിച്ച് വന്ന ഹദീസ്, വൽ ഹദീസുൽ മദ്കൂർ അൻ ഇബ്നു മാജ വഈഫുൻ, ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ആ ഹദീസ് വഈഫാണ്, ദുർബലമാണ്. ഒരു നിലക്കും തെളിവിന് പറ്റാത്ത അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ വഈഫാണെന്ന് പറഞ്ഞ് തള്ളിയത്.
കാല ബാദുൽ ഉഫാവി, ചില ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഫീ ഹാദിഹി ലൈലത്തി അഹാദീസ് മുതഅദ്ദിദ, ഈ രാത്രിയുടെ മഹത്വം പറയുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖദ് ഉഖ്തുലിഫ ഫീഹ, ആ ഹദീസുകളുടെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അക്സറൂന, അധിക പണ്ഡിതന്മാരും ആ ഹദീസുകളെ ഒക്കെ വഈഫാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വസഹഹ ഇബ്നു മാജ ബാലഹ, ഇബ്നു മാജ റഹിമഹുല്ല അതിൽ നിന്ന് ചില ഹദീസുകൾ സഹിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വഖറജഹു ഫീ സഹീഹി, ഇബ്നു മാജ റഹിമഹുല്ല സഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഇത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇബ്നു മാജ റഹിമഹുല്ല സഹീഹാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ല ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് നമുക്ക് നോമ്പ് പ്രത്യേകം സുന്നത്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. വമിൻ അംസലിഹ, ആ കൂട്ടത്തിൽ ഏറ്റവും ഒരു കോലമുള്ളത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. കാലത്ത്, മഹദി പറഞ്ഞു, ഫഖത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു ദിവസം ഞാൻ നബിയെ കാണാതായി. ഫഖറജു, അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. ഫൈദാഹു ബിൽ ബഖീഇ റാഫിഉൻ റഅസഹു ഇല സമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഖീഇൽ തല മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, അള്ളാഹും റസൂലും നിങ്ങളോട് അക്രമം ചെയ്യുമെന്ന് നിങ്ങൾ ഭയന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മറ്റേതോ വീട്ടിലേക്ക് പോയതാണ് എന്ന് ഞാൻ പെട്ടെന്ന് ധരിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ഇല സമായി ദുനിയ, അള്ളാഹു ശഅബാൻ പകുതിയുടെ രാത്രിയിൽ പ്രത്യേക അനുഗ്രഹങ്ങളുമായി ലോകത്തേക്ക് ഇറക്കും. കൽബ് ഗോത്രത്തിലെ ആളുകളുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് അത്രയും ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന ഒരു ഹദീസ് ഈ ഹദീസുകളുടെ കൂട്ടത്തിലുണ്ട്. ഖറജഹു അഹ്മദ് തുർമുദി വഇബ്നു മാജ. പക്ഷെ ഇങ്ങനെ മഹാനായ അഹ്മദ് ഇബ്നു ഇമാമും തുർമുദി ഇമാമും അതുപോലെ ഇബ്നു മാജ റഹിമഹുമുല്ലാഹ് അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തുർമുദി അനിൽ ബുഖാരി അന്നഹു ദഅഫഹു, ഇമാം ബുഖാരി ഈ ഹദീസ് വഈഫാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയ കുറെ ഹദീസുകളാണ് ഇതിന് പിൻബലമായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത വോയിസ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അള്ളാഹു ഈ ശഅബാൻ 15 രാത്രിയിൽ അവൻ്റെ അടിമകളിലേക്ക് പ്രത്യേകം ശ്രദ്ധ കാണിക്കുമെന്നും എന്നിട്ട് അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾക്കും പരസ്പര ശത്രുത വെച്ച് നടക്കുന്ന ആളുകൾക്കും ഒഴികെ അള്ളാഹു പുറത്തു കൊടുക്കും. മറ്റൊരു ഹദീസിൽ ശത്രുത വെച്ച് നടക്കുന്ന ആളുകൾക്കും അതുപോലെ ശരീരങ്ങളെ കൊല്ലാൻ പറ്റാത്ത ആളുകളെ കൊല്ലുന്ന ആളുകൾക്കും ഒഴികെ അള്ളാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ അറിയിക്കുന്ന മറ്റ് 2 ഹദീസുകൾ കൂടി മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ വഈഫാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ടവർ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ബഖിയത്ത് അഹാദീസ് ഉഖർ കുല്ലുഹ വഈഫ, മറ്റ് ചില ഹദീസുകൾ മുഴുവൻ വഈഫാണ്, എല്ലാവരും വഈഫാക്കിയതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിന് ശേഷം വൽ ഹാസിലു, ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത്, അന്നലി ഹാദിഹിൽ ലൈലത്തി ഫളൻ, ഈ രാത്രിക്കൊരു മഹത്വമുണ്ട്. വ അന്നഹു യഖഉ ഫിഹാ മഗ്ഫിറത്തും മഖ്സൂസ, ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ പൊറുക്കൽ പ്രത്യേകമായി നടക്കുന്ന ഒരു രാത്രിയാണ്. വസ്തിജാബത്തും മഖ്സൂസ, അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഒരു പ്രത്യേക ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. വമിൻ സമ്മ, ഇക്കാരണം കൊണ്ട് കാല ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, അന്ന ദുആ യുസ്തജാബു ഫിഹാ, ഈ രാത്രിയിൽ ശഅബാൻ 15 രാത്രിയിലുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന്. വ ഇന്നമൻ നിസാവു, പിന്നെ ഇവിടെ തർക്കമുള്ളത് ഫി സ്വലാത്തിൽ മഖ്സൂസത്തിൽ ലൈലത്തഹ, ആ രാത്രിയിൽ ഒരു പ്രത്യേക നിസ്കാരം നിർവഹിക്കുക, ഒരു പ്രത്യേക അമല് നമ്മൾ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. വഖദ് അലിംത അന്നഹ ബിദ്അത്തുൻ ഖബീഹത്തുൻ മദ്മൂമത്തുൻ യുംനഉ മിൻഹാ ഫാഇലുഹ, അത്
വളരെ മോശമായ ആക്ഷേപാർഹമായ അത് ചെയ്യുന്ന ആളുകളെയൊക്കെ തടയപ്പെടേണ്ട ഒരു ബിദ്അത്ത് ആണ് എന്നാണ് നീ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അപ്പോൾ അള്ളാഹു പ്രത്യേക ദുആക്ക് ഇജാബത്ത് ചെയ്യുന്ന രാത്രികളിൽ എണ്ണിയ കൂട്ടത്തിൽ ഇമാമുന ഷാഫിഈ റഹിമഹുല്ല 2 പെരുന്നാളിൻ്റെ രാവ്, വെള്ളിയാഴ്ച രാവ് തുടങ്ങിയ രാത്രികളുടെ കൂട്ടത്തിൽ ഈ ഷാബാൻ 15-ൻ്റെ രാത്രിയെയും എണ്ണിയിട്ടുണ്ട്. ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും വിവരിച്ചുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല അന്ന് ഒരു പ്രത്യേക അമൽ എന്ന നിലയ്ക്ക് ഒരു നിസ്കാരം നിർവഹിക്കുക. അത് നിസ്കാരത്തിൻ്റെ മോശമുള്ള കാര്യമായതുകൊണ്ടോ നിസ്കാരം ഒരു തെറ്റായ കാര്യമായതുകൊണ്ടോ അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ വകയായി ഒരു പ്രത്യേക അമലിന് ആ ദിവസത്തിലോ ആ സമയത്തിലോ സന്ദർഭത്തിലോ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അത് ആക്ഷേപാർഹമായ ബിദ്അത്തായി തീരുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി അതുപോലെ തന്നെ നവവി ഇമാം റഹിമഹുമുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നത്. ശേഷം ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, വഇൻ ജാഅ അന്ന താബിഈന മിൻ അഹ്ലി ശാമി, ഷാമിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഷാമുകാരായ ചില താബിഈങ്ങൾ ഏതുപോലെയൊക്കെ മക്ഹൂലിൻ വ ഖാലിദ് ഇബ്നു മഅദാനിൻ വ ലുഖ്മാൻ വ ഗൈരിഹിം, ഖാലിദ് ഇബ്നു മഅദാൻ അതുപോലെ മക്ഹൂൽ, ലുഖ്മാൻ എന്ന് തുടങ്ങിയ മഹാന്മാരായ താബിഈങ്ങൾ റഹിമഹുമുല്ലാ യുഅല്ലിമൂനഹ, ഈ രാത്രിയെ ഒരു പ്രത്യേക ബഹുമാനം അവർ നൽകിയിരുന്നു. വയജ്തഹിദൂന ഫീഹ ബിൽ ഇബാദത്തി, ആ രാത്രികളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി അവർ അധ്വാനിക്കുകയും ചെയ്തിരുന്നു. വഅനും അഖദൻ നാസും അബ്തദഉ, അവരിൽ നിന്നാണ് ജനങ്ങൾ ഈ പുതിയ ബിദ്അത്തുകളൊക്കെ കണ്ടു പഠിച്ചത്. വലം യസ്തനിദു ഫീ ദാലിക ലിദലീലിൻ സഹീഹിൻ, ഈ താബിഈങ്ങളായ മഹാന്മാർ അതിൻ്റെ ഒരു പ്രാമാണികമായ തെളിവുകളൊന്നും ഉദ്ധരിച്ചില്ല. വമിൻ സമ്മ, അപ്പോൾ താബിഈങ്ങളായ ആളുകൾ മഹാന്മാരായ ഖാലിദ് ഇബ്നു മഅദാനിനെ പോലെയുള്ള മഖ്ഹൂൽ റഹിമഹുല്ലായെ പോലെയുള്ള മഹാന്മാരായ താബിഈങ്ങൾ ഈ രാത്രികളിൽ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി എന്നും ധാരാളം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്നൊക്കെ ഇബ്നു ഹജറുൽ ഹൈതമി നമുക്ക് വിവരിച്ചു തരികയാണ് റഹിമഹുല്ല. പക്ഷേ എന്നാലും അതിനും സഹാബത്തുൽ കിറാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പരിശുദ്ധ ഖുർആനിൻ്റെയും പിന്തുണ ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ ഇബാദത്ത് എന്ന് പറയുന്ന കൂട്ടത്തിൽ നിസ്കാരം എന്തായാലും പെടും എന്നതിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ അവർ ഇബാദത്ത് ചെയ്ത കൂട്ടത്തിൽ നിസ്കാരവും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു വിഷയം പ്രത്യേകം പുണ്യകാരമായി കണക്കാക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു ഇബാദത്ത് പ്രത്യേകം ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിന് കേവലം താബിഈങ്ങൾ പോലും മാതൃക കാണിച്ചാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പരിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ സഹാബത്തുൽ കിറാമോ എങ്കിലും മാതൃക കാണിക്കണം എന്നാണ് ലോകത്തെ സർവ്വ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നത് നാം ഇവിടെ അടിവരയിടാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ മഹാന്മാരായ ആളുകളല്ലേ, നമ്മുടെ മുൻഗാമികളല്ലേ, നമ്മളെക്കാളും വിവരം അവർക്കല്ലേ ഉള്ളത്. അവർ ചെയ്തതൊക്കെ തെറ്റാണോ എന്ന ന്യായം ചോദിച്ചുകൊണ്ട് സാധാരണക്കാരെ കൺഫ്യൂഷനിലാക്കുന്ന ആളുകൾ, അവരോട് നാം ചോദിക്കേണ്ടത്, ഈ താബിഈങ്ങളായ മഹാന്മാർ ചെയ്തത് പോലും നാം പിന്തുടരാൻ പറ്റില്ല എന്ന് ഷാഫിഈ മദ്ഹബിലെ പ്രബലനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ ഇവിടെ വിവരിക്കുമ്പോൾ പിന്നെ നാം മുൻഗാമികളായ ഏതെങ്കിലും ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തതൊക്കെ തെറ്റാണെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? നമ്മളെക്കാൾ വിവരം അവർക്കല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഇവിടെയും ചോദിക്കാം, ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലയെക്കാളും വിവരമുള്ളവരല്ലേ ഈ താബിഈങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ നിന്ന് നേരിട്ട് ഇൽമു പഠിച്ചവരല്ലേ ഈ താബിഈങ്ങൾ? എന്നിട്ട് അവർ ചെയ്തതിനെ എങ്ങനെയാണ് ബിദ്അത്താണെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ ഇത്തരം ആളുകൾക്ക് അവിടെയും സാധിക്കും എന്നത് ബുദ്ധിയുള്ള ആളുകൾ തിരിച്ചറിയുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലത് എന്ന് മാത്രം ഉണർത്തുന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ അത് കഴിഞ്ഞതിന് ശേഷം ഉദ്ധരിക്കുന്ന ഒരു വാചകം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്, വമീൻ സമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിൻ്റെയും മാതൃകയില്ലാതെ താബിഈങ്ങളിൽ നിന്ന് ചിലർ ഇങ്ങനെ ചില ഇബാദത്തുകൾ ഈ രാത്രിയിൽ പ്രത്യേകം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോൾ ചില ആളുകൾ പറയാൻ തുടങ്ങി, അന്നഹും ഇന്നമസ്തനദൂബി ആസാരിൻ ഇസ്രായേലിയ,
അവർ ഈ രാത്രിയിൽ ഒരു പ്രത്യേക ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്ന് പറഞ്ഞത് ഇസ്രായേലിയായ ബനു ഇസ്രായേലികളുടെ ജൂതന്മാരുടെ വാർത്തകൾ അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വരെ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നും വമീൻ സമ്മ അങ്കറ ദാരിക അലയും അക്സറു ഉലമായിൽ ഹിജാസിലെ പണ്ഡിതന്മാരിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളും ഇവർ ഈ ചെയ്തതിനെ ഇൻകാർ ചെയ്തു. നേരത്തെ പറഞ്ഞ ബിദഅത്തിനെ നല്ല ബിദഅത്ത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ചില ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ പിന്നീട് വിശദീകരിക്കുന്നു വമിൻ സമ്മ അങ്കറ ദാലിക അലൈഹിം അക്സറു ഉലമായിൽ ഹിജാസിലെ പണ്ഡിതന്മാരിൽ നിന്ന് അധിക ആളുകളും ഇവർ ഈ ചെയ്തതിനൊക്കെ മുങ്കറാണ്, ചീത്തയായ പ്രവൃത്തിയാണ് എന്ന് വിവരിച്ചു. ആരെപ്പോലെ അതായിൻ വ ഇബ്നു അബി മുലൈക്ക വ ഫുഖഹായിൽ മദീന, അതായി റളിയല്ലാഹു അൻഹു, ഇബ്നു അബി മുലൈക്ക റഹിമഹുല്ലാ, അതുപോലെ മദീനയിലെ മറ്റ് പണ്ഡിതന്മാർ ഇവരൊക്കെ ഈ സഹാബത്തുൽ കിറാമിൻ്റെ പിന്തുണയില്ലാതെ താബിഈങ്ങൾ ചെയ്ത ഈ പ്രവർത്തനം മുങ്കറാണ്. എന്ത് ഇബാദത്തുകൾ കൊണ്ട് ആ രാത്രിയെ ധന്യമാക്കാൻ വേണ്ടി അവർ അധ്വാനിച്ചത് പുണ്യകരമല്ല എന്ന് വിവരിക്കുന്നത് മാത്രമല്ല, അത് മുങ്കറാണ്, വെറുക്കപ്പെടുന്ന കാര്യമാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. വഹുവ ഖൗലു അസ്ഹാബി ഷാഫിഈ, അതേ വാക്കുകൾ തന്നെയാണ്, അതേ അഭിപ്രായം തന്നെയാണ് ഷാഫിഈ ഇമാമിൻ്റെ ശിഷ്യന്മാരായ ആളുകളും പിന്തുണ നൽകിയിട്ടുള്ളത്. മാലിക് ഇമാമിൻ്റെ ശിഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. വഗൈരിഹിം, മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായത്തെ അഥവാ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിൻ്റെയും മാതൃകയില്ലാതെ താബിഈങ്ങളായ ചില ആളുകൾ ഈ ഇബാദത്തുകൾ കൊണ്ട് ഈ രാത്രിയെ ധന്യമാക്കാൻ വേണ്ടി അധ്വാനിച്ചത് മുങ്കറായ കാര്യമാണ്, ചീത്തയായ കാര്യമാണ്. അങ്ങനെയൊന്നും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ വകുപ്പില്ല എന്ന് സർവ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. വഖാലു വദാലിക കുല്ലുഹു ബിദ്അത്തുൻ, ഈ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയത് മുഴുവൻ ബിദ്അത്താണ്. ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികൾ വരാനിടയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലം യസ്ബുത് ഫിഹാ ഷൈഉൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഇബാദത്ത് ചെയ്യണം എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒന്നും തന്നെ സ്ഥിരപ്പെട്ടു വരാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ നല്ല കാര്യങ്ങളെ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന ആ ഒരു പരിപാടിയെ മഹാന്മാരായ അഇമ്മത്തുകൾ എതിർത്തത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ ഫതാവൽ കുബ്രയിൽ ഇവിടെ വിവരിക്കുമ്പോൾ നാം ചിന്തിക്കുക, നമുക്ക് നല്ലതായി തോന്നിയതൊക്കെ കടത്തിക്കൂട്ടാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ താബിഈങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെപ്പോലും മുങ്കറാണെന്ന് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അള്ളാഹു നമുക്ക് ഖൈർ മനസ്സിലാക്കാൻ തൗഫീക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.